ആന്റോ ആന്റണിക്കെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ, അതായത് ആരോപണങ്ങൾ കുറെ ഉണ്ട്. അതായത് മറ്റേ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ആന്റോ ആന്റണിയും ഒരുമിച്ചുള്ള ഫോട്ടോകൾ നേരത്തെ പ്രചരിച്ചിരുന്നു. അത് വിവാദമായിരുന്നു. ഇപ്പം കഴിഞ്ഞ ദിവസം, അതായത് നെടുമ്പറമ്പിൽ ഫിനാൻസിന്റെ ഉടമ പുള്ളി NM രാജുവിന്റെ ഒരു പത്രസമ്മേളനം വന്നു. അതായത് 2.5 കോടി രൂപ എലക്ഷൻ സമയത്ത് വായ്പയായിട്ട് വാങ്ങിയിട്ട് തിരിച്ചു കൊടുത്തില്ല എന്നുള്ള രീതിയിലുള്ള ഒരു പത്രസമ്മേളനം കൂടെ പുറത്തു വന്നു. അപ്പം ഇതിന്റെ ഈ പറയുന്ന ആന്റോ ആന്റണി പക്ഷം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിലെ തന്നെ ചില പ്രമുഖരാണ് ഇതിന് പിന്നിൽ, അതായത് ഈ പത്രസമ്മേളനത്തിന് സഹായിച്ചത്, അല്ലെങ്കിൽ ഈ ആരോപണങ്ങൾ കുത്തിപ്പൊക്കിക്കൊണ്ടുവരുന്നതിൽ നമുക്ക് സംശയിക്കുകയൊന്നും വേണ്ട. ഈ ആരോപണം കോൺഗ്രസിനകത്ത് എന്തുണ്ടായാലും അത് കോൺഗ്രസിന്റെ പാളയത്തിൽ നിന്ന് തന്നെ വരുന്നതാണെന്ന് സ്വാഭാവികമായിട്ടും അറിയാം. പക്ഷെ ഇപ്പൊ ഈ പറയുന്ന ആന്റോ ആന്റണിയുടെ പക്ഷം അത് പറയുന്നുണ്ട്, കോൺഗ്രസിലെ തന്നെ ചില പ്രമുഖരാണ് ഈ പത്രസമ്മേളനത്തിന് സഹായിച്ചതെന്നും അത് ആന്റോ ആന്റണിയെ വെട്ടാൻ വേണ്ടിയിട്ടാണെന്നും, അതായത് ആന്റോ ആന്റണിക്കെതിരെയാണ് ഈ എന്തൊക്കെയോ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങനൊരു ആരോപണം കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത് എന്നാണ് ആന്റോ ആന്റണി പക്ഷം പറയുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ തന്നെ എന്തിനാണ് ആന്റോ ആന്റണിയെ മാറ്റി നിർത്തുന്നത്? എവിടെ നിന്നാണ് ഇവർക്ക് മാറ്റി നിർത്തേണ്ടത്? ആരൊക്കെയാണ് ഈ പ്രമുഖർ? ഇതില് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പം ആരാണ് മാറ്റി നിർത്താൻ ശ്രമിക്കുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആന്റോ ആന്റണി പക്ഷക്കാര് പറയുന്നത് കോൺഗ്രസിനുള്ളിലെ ചില പ്രമുഖരാണ് എന്ന് പറയുന്നു. എന്തിൽ നിന്നാണ് അകറ്റി നിർത്താൻ ശ്രമിക്കുന്നത്? മറ്റൊന്നുമല്ല, KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന്. അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോ ആ ഒരു ഉത്തരത്തിൽ നിന്ന് നമുക്ക് ആരൊക്കെ ആയിരിക്കാം അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച തലകൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കോൺഗ്രസ് എല്ലാ കാലത്തും പ്രശ്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പിന്നെ മുന്നോട്ട് പോയിട്ടുള്ള ചരിത്രങ്ങളില്ല. നിർദ്ദേശം തന്നെ അങ്ങനെയാണല്ലോ. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നിടം വരെ, അതായത് യാതൊരു പ്രശ്നവും അല്ല, കോൺഗ്രസിനുള്ളിൽ ഐക്യമുണ്ട് എന്നാണ് മുതിർന്ന അങ്ങ് തലപ്പത്തിരിക്കുന്ന നേതാക്കളുടെ ഒക്കെ വാദം. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കരുത്, അല്ല അങ്ങനെ കാണിക്കണം. ജനങ്ങളുടെ മുന്നില് ഞങ്ങള് ഐക്യപ്പെട്ട് ജീവിക്കുന്നവരാണെന്നും ഞങ്ങൾ തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു അതായത് കോൺഗ്രസിന് കൊടുക്കുന്ന അല്ലെങ്കിൽ UDF കൊടുക്കുന്ന പ്രകടന പത്രികയിൽ ആദ്യം ഉണ്ടാകേണ്ട ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനം അതായിരിക്കണം. എൻ്റെ ഒരു അഭിപ്രായം. വാഗ്ദാനം നമ്പർ 1, അതിന് കഴിഞ്ഞിട്ട് മതി വികസനമൊക്കെ. ആദ്യത്തെ വാഗ്ദാനങ്ങൾ കോൺഗ്രസ് ഇത്തവണ ഒരുമിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒന്നും ഉണ്ടാകില്ല, നേതാക്കന്മാർ തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകില്ല. ഇത് ജനങ്ങൾക്ക് കൊടുക്കേണ്ട ആദ്യത്തെ വാഗ്ദാനമായിരിക്കണം, നമ്പർ 1. അതിനുശേഷം മതി പിന്നെ കനാല് നിർമ്മാണം, പാല നിർമ്മാണം. വാഗ്ദാനം എന്ന് പറഞ്ഞാൽ അത് വാഗ്ദാനമായിട്ട് മാത്രമേ പറഞ്ഞ കോൺഗ്രസ് വാക്ക് കൊടുക്കണം. ആ വാക്ക് കൊടുക്കണം. അത് ഞാൻ പറഞ്ഞില്ലേ, പ്രകടന പത്രികയിൽ കൊടുക്കണം. അത് അവരുടെ വികസന രേഖയിൽ കൊടുക്കണം. ഞങ്ങൾ ഇത് ചെയ്തിരിക്കും എന്ന് പറയുന്നത്. അതെങ്കിലേ ജനം വിശ്വസിക്കത്തില്ല. എന്നാലും ജനം വിശ്വസിക്കത്തില്ല. കാണിച്ചു കൊടുക്കേണ്ടി വരും. കോൺഗ്രസ് എന്ന് പറയുന്ന എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇപ്പൊ തന്നെ ആന്റോ ആന്റണി എന്ന് പറയുന്ന ഒരാൾക്കെതിരായിട്ട് MP ആണ്, പത്തനംതിട്ട MP ആണ്. പത്തനംതിട്ടക്കാരുടെ ഗതികേടാണ് ശരിക്കും ഈ ആന്റോ ആന്റണിയെ പോലെ ഒരാളെ MP ആയിട്ട് കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞു. കാര്യം നമ്മൾ എവിടെയെങ്കിലും MP കാണാനില്ല എന്നും പറഞ്ഞുകൊണ്ട് പോസ്റ്റർ വരെ പതിപ്പിക്കേണ്ടി വന്നു, പോസ്റ്റർ ഒട്ടിക്കേണ്ടി വന്നു. MP കാണാനില്ല. ലുക്കൗട്ട് നോട്ടീസ് എന്ന് പറയും, ലുക്കൗട്ട് നോട്ടീസ് വരെ ഒട്ടിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി പത്തനംതിട്ട നിവാസികൾക്ക്. പിന്നെ ഈ ആന്റോ ആന്റണി, പിന്നെ എന്തുകൊണ്ട് ആന്റോ ആന്റണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഗത്യന്തരമില്ല, ജനങ്ങൾക്ക് വേറെ ഗത്യന്തരമില്ല. ഇയാളെ സ്ഥാനാർത്ഥിയാക്കുന്നു, ജനങ്ങൾ പിന്നെ എന്ത് ചെയ്യണം? സഭക്കാരുടെ പിന്തുണയുണ്ട്. അപ്പൊ ഈ ആന്റോ ആന്റണിയെ തന്നെയല്ലേ ജയിപ്പിക്കേണ്ടത്? അങ്ങനെ ജയിപ്പിച്ചു വിടുന്നതാണ്. അങ്ങനെയുള്ള ഈ ആന്റോ ആന്റണി തെരഞ്ഞെടുപ്പ് വിജയത്തിനായിട്ട് 2.5 കോടി രൂപ ഈ പറഞ്ഞ രാജുവിന്റെ കയ്യിൽ നിന്ന്, നെടുമ്പറമ്പിൽ ഫിനാൻസിന്റെ കയ്യിൽ നിന്ന് വാങ്ങി. അത് അയാൾ അംഗീകരിച്ച കാര്യമാണ്. അല്ലെ എന്തിനാ വാങ്ങിച്ചതെന്ന് ചോദിച്ചാൽ അത് ഞാൻ പറയില്ല. പത്രസമ്മേളനം വിളിച്ചിട്ട് മാധ്യമങ്ങളെ പൊട്ടന്മാരാക്കുന്ന പരിപാടിയാണ്. ചോദ്യങ്ങൾക്കൊന്നും മറുപടി ഞാൻ തിരിച്ചു കൊടുത്തു എങ്കിൽ എത്ര തിരിച്ചു കൊടുത്തു അത് ഞാൻ പറയില്ല. എന്തിനായാലും കാശ് വാങ്ങിച്ചോ, എത്രയാ വാങ്ങിയേ അത് ഞാൻ പറയില്ല. പിന്നെ എന്തിനാണെന്ന് ഇങ്ങനെ പത്രസമ്മേളനം വിളിക്കുന്നത്? എന്ത് കാര്യം പറയാനാണ്? മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുക എന്നുള്ളത് ഒരു പിന്നെ അവിടെ ഇരിക്കുന്ന ഒരാളുടെ മര്യാദയാണ്. പത്രസമ്മേളനം മാധ്യമങ്ങൾ ക്ഷണിക്കപ്പെട്ടിട്ടാ ചെല്ലുന്നത്, അല്ല വലിഞ്ഞു കയറി ചെന്നിട്ടല്ല പത്രസമ്മേളനത്തിന് മുന്നേ ഇരിക്കുന്നത്. ബൈറ്റ് എടുക്കാൻ പോവല്ല. അവിടെ മാധ്യമപ്രവർത്തകർ തനിക്കെതിരെ ഉയർന്നു വന്ന ഒരു ആരോപണം, അതായത് AM രാജു എന്നങ്ങണ്ടാണ് അല്ലെ, NM രാജുവിന്റെ ഒരു മാധ്യമ സമ്മേളനം നടത്തി പുള്ളി പറഞ്ഞ ചില കാര്യങ്ങളുടെ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട്
അല്ലെങ്കിൽ തനിക്ക് നേരെ ഉണ്ടായ അധിക്ഷേപങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി മാധ്യമങ്ങളെ ക്ഷണിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനം. ആ വാർത്താ സമ്മേളനത്തിൽ വന്നിരുന്നു കൊണ്ട് പറയേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൂടിയുള്ള മറുപടി പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. ഇല്ലേ വാ പൂട്ടി മിണ്ടാതിരിക്കണമായിരുന്നു. വന്നിട്ട് ചോദ്യം ചോദിക്കും, എനിക്കറിയില്ല, ഞാൻ പറയൂല. ഇത് ഇങ്ങനെ പറയുന്ന മണ്ടത്തരമാണെന്നേ. ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അത് ചേർന്ന് വന്നല്ല. പിന്നെ മാധ്യമങ്ങളെ നേരിടാൻ അറിയാൻ വയ്യാത്ത ഒരാള് KPCC അധ്യക്ഷനായി വന്നിരുന്നിട്ട് ഇവിടെ എന്ത് മലമറിക്കാന്? ഇവിടെ അതിനപ്പുറത്ത് തന്റെ ഉള്ള നേതാവായിരുന്നു K. സുധാകരൻ. ഈ K. സുധാകരന്റെ വാലിൽ കെട്ടാനുള്ള യോഗ്യത ആന്റോ ആന്റണിക്കുണ്ടോ? എനിക്ക് എന്റെ അഭിപ്രായത്തിൽ ഇല്ല എന്ന് പറയാനേ പറ്റുള്ളൂ. എന്താണെന്ന് ചോദിച്ചാൽ K. സുധാകരൻ വളരെ റിജിഡ് ആയിട്ടുള്ള, വളരെ സ്റ്റിഫായിട്ടുള്ള ഒരു നേതാവാണ് K. സുധാകരൻ. പിന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഇവരെ മുല്ലപ്പള്ളി പിന്നെ ഇച്ചിരി വഴുക പോലെ കിടക്കും, ചിലടത്ത് കിടക്കുന്ന ഒരു പ്രത്യേകതരം വസ്ത്രം പോലെയായിരുന്നു. പിന്നെ അതിന് മുമ്പേ ചെന്നിത്തല, എന്തായാലും ചെന്നിത്തലയ്ക്ക് കുഴപ്പം എന്തായിരുന്നു? ഹസൻ ഉണ്ടായിരുന്നു, ആള് ഇത്തിരി വെകിടാണെങ്കിലും വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി. പക്ഷെ ഗുണമുണ്ടോ? പാർട്ടി ഗുണമുണ്ടോ വെച്ചാൽ ഒരു ഗുണമില്ല. അതിനു മുമ്പ് K. മുരളീധരൻ ഇരുന്ന പോസ്റ്റായിരുന്നു അത്. അങ്ങനെ K. മുരളീധരൻ ആദ്യമായിട്ട് കിട്ടുന്ന പണിയാണ് അവിടുന്ന് തുടങ്ങുന്നത്. അപ്പം K. മുരളീധരൻ അടക്കമുള്ള ആളുകൾ ഇരുന്ന, VM സുധീരൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ നല്ല നേതാക്കന്മാരായിരുന്നു. ആ ഇരുന്ന സ്ഥലത്തേക്ക് ഈ ചെന്നിത്തല എന്ന് പറഞ്ഞൊരു നായർ ഇരുന്ന സ്ഥലത്താണ് ഇപ്പം സണ്ണി വക്കീൽ എന്ന് പറഞ്ഞൊരു സഭാ നേതൃത്വത്തിന്റെ പിൻബലത്തോടു കൂടി ഒരാൾ ഇരിക്കുന്നത്. ഇപ്പൊ VD സതീശൻ വലിയവായി പറയുമല്ലോ, കോൺഗ്രസിന്റെ ഒരു സ്ഥാനത്തെ കുറിച്ചും നിങ്ങൾ നിർണ്ണയിക്കേണ്ട, സഭക്ക ഈ പറയുന്ന മതമേലധ്യക്ഷന്മാർ തീരുമാനിക്കേണ്ട എന്ന് പറയുമെങ്കിലും എന്തിനാ സണ്ണി വക്കീലിനെ അവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നത്? വേറെ ആരുമില്ലേ? എന്തിന് K. മുരളീധരനെ പിടിച്ചിരുത്തായിരുന്നല്ലോ? K. മുരളീധരൻ KPCC അധ്യക്ഷനായിട്ടിരിക്കാൻ മോശമായിട്ടുള്ള നേതാവായിരുന്നു? അല്ല, നല്ല നേതാവ് തന്നെയാണ് K. മുരളീധരൻ. K. സുധാകരൻ പോയപ്പോ K. മുരളീധരനെ കൊണ്ടിരുത്തണമായിരുന്നു. അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ഇത് ഈ റബ്ബർ സ്റ്റാമ്പ് പോലെ ഒരാളെ പിടിച്ച് അതിന്റെ തലപ്പത്തുകൊണ്ടിരുത്തിട്ട് ഒരു കാര്യമില്ല. അത്രേ ഉള്ളൂ. സണ്ണി വക്കീൽ എന്നത് അത്രയൊക്കെ ഉള്ളൂ. അല്ല സണ്ണി വക്കീലിന് ഒരു നല്ലൊരു സ്റ്റാൻഡ് എടുക്കാനോ പാർട്ടിക്കാരെ അല്ലെങ്കിൽ മാധ്യമങ്ങളെ കണ്ടിട്ട് ചോദ്യങ്ങളോട് കൃത്യമായി പ്രതിരോധിക്കാനും പ്രതികരിക്കാനും കഴിവില്ലാത്തൊരു നേതാവാണ്. ആ നേതാവിനെയൊക്കെ അവിടെ കൊണ്ടിരുത്തിയിട്ട് ഒരു പാർട്ടിയെ മുഴുവൻ, കേരളത്തിലെ കോൺഗ്രസ്സുകാരെ മുഴുവൻ നയിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. പിന്നെ അതിന് ഈ പറയുന്ന മതമേലധ്യക്ഷന്മാരുടെ പേര് അല്ലെങ്കിൽ അവർ പറയുന്ന നിർദ്ദേശം അനുസരിച്ച് ഇനി അവിടെ ഇരുത്തേണ്ടിയിരിക്കുന്ന ഒരാള് ഇതാണ് ആന്റോ ആന്റണിയാണ്. ഈ ആന്റോ ആന്റണി അതിന്റെ മേലെ വന്നിരിക്കുമ്പോൾ അവസ്ഥ ഒന്ന് ആലോചിക്കണ്ടേ? ഞാൻ പറയില്ല എന്ന് മറുപടി മാധ്യമ പ്രവർത്തകരുടെ മുമ്പ് ഞാൻ പറയില്ല എന്ന് 1000 ആവർത്തിച്ച് പറയുന്ന ഒരാളെ ഒരു KPCC അധ്യക്ഷന്റെ സ്ഥാനത്ത് ഇരുത്താൻ പറ്റൂ? എനിക്ക് തോന്നുന്നില്ല. പുള്ളിയെ കൊണ്ട് ആ പദവിയുടെ ആ KPCC അധ്യക്ഷന് തന്നെ തികച്ചു പറയാൻ ആന്റോ ആന്റണിക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ആളിനെയാണ് അവിടെ കൊണ്ടുവന്നിരുത്തുന്നത്. അത് ശരിയല്ല. അപ്പം എന്തിനാണ് മതമേലധ്യക്ഷന്മാരുടെ? അപ്പൊ ഇതിന് തുരങ്കം വെക്കണം. കാര്യം പാർട്ടിക്കുള്ളിലേക്ക് മതമേലധ്യക്ഷന്മാർ കടന്നു കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിന് തുരങ്കം വെക്കണം. ഇപ്പൊ തന്നെ ഉണ്ട് KPCC അധ്യക്ഷന്റെ സ്ഥാനം മോഹിച്ച് നടക്കുന്നവരുണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ഷാഫി പറമ്പിൽ വലിയ മോഹമുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി അടക്കി ഭരിക്കാൻ മോഹമുണ്ട്. VD സതീശന്റെ കൂടെ ഒക്കെ ഇപ്പൊ ഇരിക്കുന്നുണ്ട്. സതീശൻ അറിയാം ഇവൻ ഇവിടെ അടുത്തിരിക്കുന്നത് എന്നെ പണിയാനാന്നുള്ള കാര്യം. അത് സതീശന് നന്നായിട്ട് അറിയാം. എന്നിരുന്നാൽ പോലും വാർത്താ സമ്മേളനത്തിൽ പുള്ളി അടുത്ത് പിടിച്ചിരുത്താറുണ്ട്. അപ്പൊ ഈ ഷാഫി പറമ്പിലിന് ആഗ്രഹമില്ലേ അവിടെ വന്ന് കയറാൻ? സണ്ണി വക്കീൽ എന്തായാലും പോവും. സണ്ണി വക്കീൽ കഴമ്പില്ല, അതുകൊണ്ട് പോണം. അപ്പൊ സണ്ണി വക്കീൽ പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥാനത്തേക്ക് വരേണ്ട താനാണ് എന്നുള്ള ധാരണ ഇവർക്കുണ്ട്. ചെന്നിത്തലയ്ക്ക് ആഗ്രഹമുണ്ട് KPCC അധ്യക്ഷ സ്ഥാനത്തിരിക്കാൻ. പിന്നെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ചെന്നിത്തല ഇപ്പൊ വരാൻ ശ്രമിക്കത്തില്ല. ഈ തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിഞ്ഞ് അവിടെയും തോറ്റ് അവിടെ മുഖ്യമന്ത്രിയോ മന്ത്രിയോ ഒന്നും ആകാൻ പറ്റാതെ വരുന്ന സാഹചര്യത്തിൽ ചെന്നിത്തല പറയും എനിക്ക് KPCC അധ്യക്ഷനാണെന്ന് പറയും. പ്രായം കുറെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ MM ഹസൻ അതിന് താല്പര്യമുണ്ട്. അപ്പൊ ഇങ്ങനെ കുറേയധികം ആൾക്കാർക്ക് താല്പര്യമുള്ള ഒന്ന് തന്നെയാണ് ശരിക്കും. അതും വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് പലർക്കും താല്പര്യമുള്ള ഒരു സ്ഥാനമാണ് KPCC അധ്യക്ഷന്റെ സ്ഥാനം. അപ്പൊ അതിലേക്ക് ഈ സണ്ണി വക്കീലിനെ പോലെ ഒരാളെ ഇരുത്തുന്നതിനോടും ആന്റോ ആന്റണിയെ പോലെ ഒരാളെ ഇരുത്തുന്നതിനോടും വലിയ താല്പര്യമൊന്നുമില്ല. അടൂർ പ്രകാശിനുണ്ട് ആ മോഹം. വെറുതെ UDFന്റെ സമ്മേളനം വിളിച്ചു കൂട്ടാൻ വേണ്ടി എന്തിനാ ഒരു വിടല? അപ്പൊ അതുകൊണ്ട് അതിനകത്തൊന്നും പോയി ഞാൻ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് അടൂർ പ്രകാശിന് സ്വയമേ തോന്നിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വെറും ഒരു കൺവീനറായി ഇരിക്കേണ്ട ഒരാളാണോ? കൺവീനർ വലിയ പദവിയൊന്നുമില്ല. ഞാൻ എത്രയും പ്രാധാന്യമുള്ള പാർലമെന്റേറിയനായ ഞാൻ മന്ത്രിയായിട്ടിരുന്ന് വരെ യോഗ്യതയുള്ള ഞാൻ എന്തിനു മാറി നിൽക്കണം? എനിക്കെന്താ KPCC അധ്യക്ഷനായിരിക്കാൻ പറ്റില്ലേ എന്ന് അടൂർ പ്രകാശ് ചോദിച്ചാൽ? അപ്പൊ ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് നടത്തിയ ഒത്തുകളിയുടെ ഭാഗമാണോ ഈ കേസ്? അല്ലെങ്കിൽ ഈ പിന്നെ NM രാജുവിന്റെ ഈ വെളിപ്പെടുത്തൽ എന്നുള്ള കാര്യത്തിലും പാർട്ടിക്കാർക്ക് സംശയമുണ്ട്. ആന്റോ ആന്റണിക്ക് സംശയമുണ്ട്. പുറത്തു പറയാൻ പറ്റത്തില്ല. കാര്യം ഇത് പറയാൻ വേണ്ടി മാധ്യമങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ അടുത്ത പണി കിട്ടും ആന്റോ ആന്റണിക്ക്. കാര്യം അവര് മറ്റേ കേസ് എടുത്തിടും. പിന്നെ ഈ 2.5 കോടിയുടെ കണക്ക് ചോദിക്കും. അതിന് കണക്ക് പറയേണ്ടി വരും. ഇത് പിന്നെ ED അന്വേഷണമായി, ED കേസെടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ആന്റോ ആന്റണിക്കെതിരെ. കേസ് അന്വേഷണമായി പുകിലായി ആകപ്പാടെ കുഴപ്പത്തിലേക്ക് ആന്റോ ആന്റണി പോവുകയും ചെയ്യും. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ആന്റോ ആന്റണിക്ക് KPCCയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാനുള്ള
ആ ഒരു നീക്കത്തിന് ഏറ്റ കനത്ത തിരിച്ചടിയായി തന്നെ നമുക്ക് ഇതിനെ കാണേണ്ടി വരും. ഇപ്പൊ ED അന്വേഷണത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇനി ക്ലീൻ ചിറ്റ് കൊടുക്കണം. നാളെ ആന്റോണിയുടെ പേര് ഏതെങ്കിലും ഒരുത്തം പരാമർശിച്ചാൽ, മതമേലധ്യക്ഷന്മാരിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മേലധ്യക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പറയും, അയ്യോ ആന്റോണിയുടെ പേര് ED കേസ് ഉണ്ട്. മറ്റേ 2.5 കോടി രൂപ ഒരു പാവപ്പെട്ട ഫിനാൻസിയറെ പറ്റിച്ച് മേടിച്ച അയാൾ അങ്ങോട്ട് 46 കോടി രൂപയുടെ അഴിമതി അങ്ങോട്ടാണ് ഈ പറയുന്ന ഫിനാൻസിയർ നടത്തിയത്. അപ്പം ആ പുള്ളിയെ പറ്റിച്ച 2.5 കോടിക്ക് ഒരു പാവപ്പെട്ട മനുഷ്യനെ പറ്റിച്ച ഒരാളാണ് ആര്? ഈ ആന്റോ ആന്റണി. അങ്ങനെയുള്ള ഒരാളെ എങ്ങനെയാണ് നമ്മൾ KPCC അധ്യക്ഷന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്ന് ഈ പറയുന്ന നേതാക്കന്മാർ അങ്ങോട്ട് ചോദിച്ചാൽ തീർന്ന്. മതമേലധ്യക്ഷന്മാർക്ക് പിന്നെ മിണ്ടാനൊന്നുമില്ല. സഭാ നേതൃത്വം പിന്നെ മൂക്കും പൊത്തി മാറിയിരിക്കും, അവർക്കൊന്നും പറയാനില്ല. അപ്പൊ അവിടെ വേറൊരാൾക്ക് അവിടെ എൻട്രി കൊടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പിന്നെ ഷാഫിക്ക് എന്താ കുഴപ്പം? ഷാഫി വന്നു കഴിയുമ്പോഴേക്ക് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ എല്ലാ വോട്ട് സ്വാംശീകരിച്ചെടുക്കുന്ന തരത്തിലേക്ക് ഒരു ന്യൂനപക്ഷ വ്യക്തിത്വം എന്നുള്ള നിലയിലേക്ക് ഷാഫി പറമ്പിൽ മാറും. ഇവിടെ നമ്മൾ നോക്കി പിന്നെ എം എ ഹസൻ ഉണ്ടായിരുന്നു. എം എ ഹസൻ ഈ പറയുന്ന പോലെ ഒരു ന്യൂനപക്ഷത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. എം എ ഹസനെ കൊണ്ട് എത്ര കാലം ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടെ വേണ്ട വേറൊരു ട്രാക്ക് ഉണ്ട്. ആ ന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവരെ, ന്യൂനപക്ഷങ്ങൾ എല്ലാവരും ഞാൻ പറയുന്നില്ല, ആ ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട തീവ്രമായി ചിന്തിക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ട്. ആ ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർ തന്നെ വേണം. എം എ ഹസനെ പോലെ തണുപ്പിനെ പറ്റത്തില്ല. അവിടെ വേണ്ടത് ഈ രീതിയിൽ നിൽക്കുന്ന, അതിനു വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു നേതൃത്വം വേണം. ഈ പറയുന്ന ഷാഫിയെ കണ്ടുകൊണ്ട് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയും ഈ പറയുന്ന വെൽഫെയറും ഈ SDP-യും എല്ലാം ഇപ്പൊ ഒരുമിച്ചിരിക്കുന്നത്. എം എ ഹസൻ ഇരുന്ന കാലത്ത് എന്താ ഇവരെല്ലാം എം എ ഹസൻ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. എം എ ഹസൻ പിന്നെ KPCC അധ്യക്ഷനല്ലായിരുന്നു. എന്നിട്ട് ആരെങ്കിലും വന്നിരുന്നോ? എന്നിട്ട് ഇപ്പൊ എടുത്ത് പൊക്കിക്കൊണ്ട് നടക്കുന്ന ഒരു വാദം പണ്ട് എപ്പോഴും 96-ല് ഈ പറയുന്ന പോലെ SDP-യും വെൽഫെയർ പാർട്ടി CPM-നെ പിന്തുണച്ചിട്ടുണ്ട്. CPM നല്ലത് പറഞ്ഞിട്ടുണ്ട്. CPM-ന് അന്നും ഇന്നും ഒരേ അഭിപ്രായമാണ്. സഹിച്ചൻ കഴിഞ്ഞ ദിവസം എന്തോ ദേശാഭിമാനിയിൽ എന്തോ ഒരു മുഖപ്രസംഗം വന്നിരുന്നു വെൽഫെയർ പാർട്ടിയെ കുറിച്ച്, ബന്ധത്തെ കുറിച്ച്. അപ്പോഴും പറയുന്നുണ്ട് CBCയെയും ഈ പറയുന്ന വെൽഫെയർ പിന്നെ ജമാഅത്ത് ഇസ്ലാമിയും മതരാഷ്ട്രവാദം ഉന്നയിച്ചുകൊണ്ട് മതത്തിന് വേണ്ടി നിലനിൽക്കുന്നവരാണ് എന്ന് തന്നെയായിരുന്നു അന്ന് ഈ ദേശാഭിമാനിയിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ എഡിറ്റോറിയൽ വന്നത് 96 കാലഘട്ടത്തിൽ. അപ്പോൾ അന്ന് ഈ പറയുന്ന പോലെ കരിനിയമങ്ങൾ കുറെ ഉണ്ട്. ടാഡ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കരിനിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇതിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് UDF-ൽ നിന്ന് മാറാൻ അവർ ശ്രമിച്ചത്. അപ്പോഴും മാറി നിന്നുകൊണ്ട് LDF-ന് വോട്ട് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, LDF-നെ പിന്തുണയ്ക്കുക എന്ന് പറയുന്ന രീതിയല്ല, അവരുടെ വോട്ട് LDF-ന് എന്ന് പറയുന്ന രീതിയിൽ. അപ്പോഴും ഒരാൾ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പാർട്ടി പറയില്ല, വേണ്ടെന്ന് പറയില്ല. വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു, അല്ലാതെ ഒരു ഞങ്ങൾ പിന്തുണ സ്വീകരിക്കുന്നു എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. പിന്നെ അവരെ വെള്ള പൂശി കാണിക്കാനും CPM ഒരിടത്തും ശ്രമിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് UDF-ന് അങ്ങനെ ഒരു നിലപാട് എടുത്തേ പറ്റൂ. ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയെയും വെൽഫെയർ പാർട്ടിയെയും അതോടൊപ്പം തന്നെ ഇവരെയും SDP-യെയും ഒക്കെ അവർക്ക് വെള്ള പൂശി കാണിച്ചേ പറ്റൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഷാഫി പറമ്പിൽ നിൽക്കുന്നുണ്ട്. ഷാഫി പറമ്പിലിനെ ഒരാളെ കണ്ടുകൊണ്ട് മാത്രമാണ് ഈ പറയുന്ന വെൽഫെയർ ആണെങ്കിലും SDP ആണെങ്കിലും പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ ഇതങ്ങോട്ട് മാറി ഷാഫിക്ക് കറിവേപ്പില പോലെ ഷാഫി എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂനപക്ഷ ഇത്തരത്തിലുള്ള മതരാഷ്ട്രവാദികൾ എന്ന് പരക്കെ പ്രചാരമുള്ള ഇവരുടെയൊക്കെ പിന്തുണ പോകും. അപ്പൊ അതുകൊണ്ട് ഷാഫിയെ ഏതെങ്കിലും നല്ലൊരു പോസ്റ്റിൽ ഇരുത്തിയേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ KPCC അധ്യക്ഷന്റെ സ്ഥാനത്തേക്ക് ഷാഫി വന്നു കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് ന്യൂനപക്ഷ വോട്ടുകളെ എല്ലാ കാലത്തും പിടിച്ചു നിർത്താൻ മാത്രം ഉതകുന്ന ഒരു ചാലക ശക്തിയായി മാറുമെന്ന് കോൺഗ്രസിലുള്ളവർ പരക്കെ വിശ്വസിക്കുന്നുണ്ടെന്നേ. അപ്പൊ ആ സമയത്ത് ഒരു 10 വോട്ട് പോലും സ്വന്തം മണ്ഡലത്തിൽ സ്വന്തം വ്യക്തിത്വം കൊണ്ട് നേടാൻ കഴിയാത്ത ആന്റോ ആന്റണി എങ്ങനെയാണ് KPCC പോലെ ഒരിടത്തിരുന്നു കൊണ്ട് ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് സംരക്ഷിക്കുന്നത്? പോട്ടെ, 10 ക്രിസ്ത്യാനികളുടെ വോട്ട് കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ ഈ ആന്റോ ആന്റണി ഒരാൾ വിചാരിച്ച് നടക്കും? ഇല്ല, എനിക്ക് വിശ്വാസമില്ല ആന്റോ ആന്റണി അത്രയ്ക്കൊന്നും. പുള്ളി അവിടുത്തെ സഭക്കാര് സ്വന്തം സഭയിൽപ്പെട്ട ഒരാളായതുകൊണ്ട് മാത്രം തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കുന്നു. അതിനപ്പുറത്തേക്ക് യാതൊരു പ്രാധാന്യവും ഈ പറയുന്ന ആന്റോ ആന്റണിക്കില്ല. മര്യാദയ്ക്ക് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ പോലും അറിയാൻ വയ്യാത്തൊരു നേതാവാണ്. ആ നേതാവ് സഭയിൽ പോയിട്ട് മിണ്ടായിരിക്കുന്ന ഒരാളാണ്. ഈ ലോക്സഭയിൽ പോയി കഴിഞ്ഞാൽ തന്നെ പഞ്ചപുച്ഛം അടക്കിയിരിക്കുന്ന ഒരാളാണ്. എന്ത് പറയണമെന്ന് പോലും അറിയത്തില്ല. അവിടെ എന്താ സംഭവിക്കുന്നത് പോലും ഈ ആന്റോ ആന്റണി അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സഭ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? കുറെ പേരെ ഇങ്ങനെ തെരഞ്ഞെടുത്ത് വിടുന്നവർക്ക് രാവിലെ മുതൽ വൈകുന്നേരം AC ഒക്കെ കൊണ്ട് അതിനകത്ത് ഇരുന്ന് ചായയും കുടിച്ച് ഫുഡും കഴിച്ച് ഇരിച്ചു വരാനുള്ള സ്ഥലമാണ്, ഒരു ഹാങ് ഔട്ട് സ്പേസ് ആണ് ഈ സഭ എന്ന് വിശ്വസിച്ചിരിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് ഈ ആന്റോ ആന്റണി. അല്ല, ഈ ആന്റോ ആന്റണി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വലിയ വിഷയം ഏതാണ്? നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു വലിയ വിഷയം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ പറയുന്ന പോലെ സോണിയാഗാന്ധിയെ കാണാൻ ചില പ്രിവിലേജുകൾ കിട്ടുന്ന ഒരു പൊസിഷൻ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ പോവാം, ഗോവർദ്ധൻ ഈ കോൺഗ്രസിൽ ഇങ്ങനെ തുടരുന്നത്. അതെ, അതുകൊണ്ടല്ലേ. അല്ലാതെ ഈ ആന്റോ ആന്റണി CPM-ലേക്ക് പോയാല് വല്ല പ്രയോജനമുണ്ട്?
അല്ലെങ്കിൽ ഈ പറയുന്ന എം പി സ്ഥാനത്തേക്ക് പുള്ളി വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതൊക്കെ തന്നെ. അല്ലാതെ വേറെ ഒരു ഗുഡ് ക്വാളിറ്റി ഉള്ള ഒരു നേതാവ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ടൊന്നും ഒരു നേതൃസ്ഥാനത്തേക്ക് വരാനോ അല്ലെങ്കിൽ ഒരു എം പി ആകാനോ പറ്റിയ ക്വാളിറ്റി പുള്ളിക്കില്ല. അത് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ കുറേയധികം ആൾക്കാരുണ്ട് നമ്മൾ ഈ കോൺഗ്രസിനെ തന്നെ എടുത്തു കഴിഞ്ഞാൽ. അതെല്ലാ പാർട്ടിയിലും ഉണ്ട് കേട്ടോ. ഞാൻ കോൺഗ്രസിനെ മാത്രം കുറ്റം പറയില്ല. നമ്മളിപ്പം നമ്മുടെ വിഷയം ഇതായതുകൊണ്ട്, ആന്റോ ആന്റണി ആയതുകൊണ്ട് പറഞ്ഞു വരികയാണ്. ഇതാണ് പൊതുവിലുള്ള ഒരു രീതി. അപ്പം ഇപ്പം ഇവിടേക്ക് വരേണ്ടത് ഷാഫി പറമ്പിലാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷാഫി പറമ്പിലിന് കുറെ ന്യൂനപക്ഷ വോട്ടുകളെ കേന്ദ്രീകരിപ്പിക്കാൻ കഴിയും എന്നുള്ള ഒരു ഉത്തമ വിശ്വാസം അവർക്കുണ്ട്. അതുകൊണ്ട് ഷാഫിക്ക് ചാൻസ് കൊടുക്കാൻ. അപ്പൊ ഷാഫിക്ക് ചാൻസ് കൊടുക്കണമെങ്കിൽ മതമേലധ്യക്ഷന്മാരുടെ വാ പൂട്ടണമെന്നുണ്ടെങ്കിൽ ചില കള്ളക്കളികൾ കളിച്ചേ പറ്റൂ. ഈ പറയുന്ന KPC അധ്യക്ഷൻ മോഹികൾക്കെല്ലാം കൂടെ ഇങ്ങനെ കെട്ടുകൂട്ടിക്കണം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അടിസ്ഥാനപരമായി സംഭവം നടന്നു എന്നുള്ള കാര്യം ശരിയാണ്. എന്ന് വെച്ചാൽ പണം പോയിട്ട് ഈ NM രാജൻ എന്ന് പറയുന്ന അയാളുടെ കയ്യിൽ നിന്ന് പണം ഈ ആന്റോ ആന്റണിയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ആന്റോ ആന്റണി അത് തിരിച്ചു കൊടുത്തോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വസ്തുനിഷ്ഠമായി ഇവർക്ക് രണ്ടുപേർക്ക് കാര്യം അറിയാവും. അതായത് ഈ പറയുന്ന ഇയാൾക്കും എൻ്റെ നെടുമ്പറമ്പിൽ ഫിനാൻസിന്റെ ഉടമയ്ക്കും ആന്റോ ആന്റണിക്കും മാത്രമേ യഥാർത്ഥ സ്ഥിതി അറിയാൻ കഴിയുള്ളൂ. പുള്ളി പറഞ്ഞാൽ തന്നിട്ടില്ല, എനിക്ക് 20 കിട്ടിയിട്ടുള്ളൂ, അത് 10 2 തവണയായിട്ട് തന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അല്ല ഞാൻ പണം പൂർണ്ണമായി തിരിച്ചു കൊടുത്തു ആന്റോ ആന്റണി തലകുത്തി എന്ന് പറഞ്ഞാൽ ഒരാളെ വിശ്വസിക്കുന്നില്ല. പക്ഷെ പുള്ളി പറഞ്ഞാൽ വിശ്വസിക്കും. അതിനുവേണ്ടി ഇറക്കി വിട്ട ഒരു കുടത്തിൽ നിന്ന് വന്ന ഭൂതമായിട്ട് വേണം ഈ നെടുമ്പറമ്പിൽ ഫിനാൻസിയേഴ്സിന്റെ ഉടമയെ കാണാൻ. കാരണം പുള്ളി ഏറെക്കാലമായി മാറി താമസിക്കുകയാണ്, ജയിലിലും ഒക്കെ ആയിട്ടായിരുന്നു. ഈ 46 കോടി രൂപയുടെ വെട്ടിപ്പൊക്കെ നടത്തി സ്ഥലമൊക്കെ കണ്ടു കിട്ടുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പോയി ഒടുവിൽ പുള്ളി നാട് വിട്ടുപോയത്. പുള്ളിയെ ഒടുവിൽ തിരിച്ചു വന്ന് ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ശക്തമായ ഒരു പിന്തുണ അദ്ദേഹത്തിന്റെ പിന്നിലുണ്ട് എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഇത് അതിന് ആന്റോ ആന്റണി ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫൗൾ പ്ലേ എന്ന് തന്നെ പറയേണ്ടി വരും.